ഹലോ എവ്രി വൺ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ടു ഓഫീസ്. സോ ബേസിക്കലി എനിക്ക് ഇങ്ങനെ ഫൗണ്ടേഷൻ ഉള്ളത് തീരെ ഇഷ്ടമല്ല. കാരണം എനിക്ക് ഭയങ്കര ശരിക്കും ഒരു പുട്ടി അടിച്ച പോലെ തോന്നും, ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഗ്ലോവും അതേപോലെ നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നമുക്ക് അത് കൺസീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നല്ലൊരു ഗ്ലോയിൽ നമുക്ക് പോകാൻ എങ്ങനെ പറ്റും നോക്കിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ വെച്ചാണ് തുടങ്ങുന്നത്. ഞാൻ കുറച്ച് മോയ്സ്ചറൈസറാണ് ഇടുന്നത്, കാരണം കുറച്ച് മതിയാവും. ഞാൻ സെറവീൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മുഖത്ത് എല്ലായിടത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൺസ്ക്രീൻ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബ്യൂട്ടി ഓഫ് ജോസിയൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇത്ര എടുക്കുന്നുള്ളൂ. അതും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. ഇത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഇതുണ്ട്, ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അൺഈവൻ സ്കിൻ ടോൺ എന്തായാലും ഉണ്ടാവും. അപ്പം അതിന് യൂഷ്വലി എല്ലാവരും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലറൊക്കെയാണ് ഇടണത്. ഞാൻ കണ്ടുപിടിച്ച പ്രോഡക്റ്റാണ് ഹേലോ, സ്മാഷ് ബോക്സിൻ്റെ ഹേലോ. അതൊരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ എന്നാണ് അവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇതാണ് പ്രോഡക്റ്റ്, ഇത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ പോലെ നമുക്ക് കുറേ ഒന്നും വേണ്ട. പിന്നെ ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാം. ബേസിക്കലി ഞാൻ മൊത്തം ഇട്ട് കൊടുക്കണില്ല. നമ്മുടെ മെയിനായിട്ട് ഈ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഷെയ്ഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഷെയ്ഡ് മീഡിയം ഇതിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നൈക്കയിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ മിനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് വരിക. അപ്പോൾ അവിടെ ഒന്ന് ആ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയോ, മൊത്തം മുഖം കവർ വേണമെന്നില്ല. എഗൈൻ ദിസ് ഈസ് നോട്ട് ഫോർ ഫുൾ കവറേജ്, ജസ്റ്റ് ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാം ഒന്ന് ഈവൺ ഔട്ട് ആവാൻ ഞാൻ ഇതൊരു ഡേ ക്രീമാണ് ഒലേൻ്റെ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഒരു ഗ്ലോ ഉണ്ട്. അങ്ങനെ മേക്കപ്പ് ഇട്ട പോലെ ഒന്നുമില്ല, എന്നാലും നമ്മുടെ ഉള്ളതിനേക്കാളും ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ടാവും. ആ ഒരു ഇത് തന്നെയാണ് ഞാനും ഓഫീസിലേക്കൊക്കെ പോകുമ്പം പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഈ ലുക്ക് ഫൈനൽ ഒരു ഫിനിഷിന് നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എഗൈൻ എനിക്കും ഭയങ്കര ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനൊരു ലിപ് ടിൻ്റാണ് പ്രിഫർ ചെയ്യുന്നത് ലിപ്സ്റ്റിക്കിനേക്കാളും കൂടുതൽ. ഇത് ബെനഫിറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലവ് ടിൻറ്റ് ലിപ് ടിൻ്റാണിത്. ആൻഡ് ദിസ് ഇസ് വെരി ലോങ് ലാസ്റ്റിംഗ് ഓൾസോ. അത്യാവശ്യം കുറേ നേരം നിന്നോളും. ഈ കളർ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഡാർക്കായിരിക്കും, പക്ഷെ അല്ല, ഭയങ്കര ലൈറ്റാണ്. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് പോലെ ഉണ്ട്, പക്ഷെ എന്നാലും ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ചെറിയൊരു റെഡ്നെസ് ഇവിടെ വേണമെങ്കിൽ ഒരു ബ്ലഷായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആക്ച്വലി ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യരുതെന്ന് പറയും ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ അതിന് പറ്റി രണ്ടും ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് ചെറിയൊരു റെഡ്നെസ് ഇവിടെ കിട്ടും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് ഇത് ഓഫീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഇത് മതിയാവും. ഇതും അധികം മേക്കപ്പും ഇല്ല, നമുക്ക് വേഗത്തിൽ നമ്മുടെ പരിപാടി തീർക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഐ വിൽ ബി ഹാപ്പി ടു ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.